ഞാനിന്ന് എത്തിയത് നമുക്കൊന്നൊരു വെറൈറ്റി മീൻപിടുത്തം കണ്ടാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം മക്കളെ, ഈ ക്യാന് നിറച്ച് മീൻ കണ്ടില്ലേ? അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാനാണ്. ഇത് നിറച്ച് മീനുകളാട്ടോ. ഈ മീനുകളൊക്കെ നിമിഷ നേരം കൊണ്ട് പിടിച്ച് നിമിഷ നേരം കൊണ്ട് തന്നെ കച്ചവടമാവുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എവിടെ നിന്നാണ് പിടിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കനാലിൽ നിന്നാണ് ഈ മീനുകളൊക്കെ നിമിഷ നേരം കൊണ്ട് കിട്ടിയത് കേട്ടോ. അതും വല എറിഞ്ഞിട്ടാണ് കിട്ടുന്നത്. പക്ഷേ വല എറിയുമ്പോൾ ഒരു റിസ്ക് ആട്ടോ. കാരണം റിസ്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ച വലേൻ്റെ മുകളിലാണ് റിസ്ക്. കാരണം ഈ കനാലിൽ നിറച്ച് ഓരോ കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വിലയുള്ള വല ഉടക്കി കഴിഞ്ഞാൽ വല കയറിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ താഴത്തിറങ്ങി എടുക്കാമെന്ന് പറഞ്ഞാൽ കനാലിൽ ഇറങ്ങണം. അതും റിസ്ക്കാണ്. അപ്പോൾ ഈ ചേട്ടൻ നല്ല കഷ്ടപ്പെട്ട് ഒഴിവ് നോക്കിയിട്ടാണ് സംഭവം എറിയുന്നത് കേട്ടോ. അപ്പോൾ ആ എറിയുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ മക്കളെ, ഈ ഏറുവല എന്ന് പറയുന്ന സംഭവം തന്നെയാണ് കേട്ടോ. അത് എറിയുന്നത് കണ്ടോ, നന്നായിട്ട് അത്രയും സ്പേസ് ഉള്ളൂ, നല്ലോണം വിരിഞ്ഞെറിഞ്ഞ കണ്ടില്ലേ? അത് ചേട്ടൻ്റെ കഴിവ് മാത്രമാണ്. ആ കഴിവിനുള്ള മീനായിട്ടാട്ടോ ചേട്ടൻ വരുന്നത്. കണ്ടോ, ഒറ്റ ഏറിൽ കിട്ടിയതാണ് ഈ കാണുന്ന മീനൊക്കെ കേട്ടോ. അത് നല്ലോണം ആ ഫുട്പാത്തിലേക്ക് തന്നെ എറിയും തോറും ചേട്ടനെ സഹായിക്കാൻ ചേട്ടനൊരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വീണ മീനൊക്കെ വേഗം പെറുക്കിയെടുത്ത് ക്യാനിലാക്കി. ക്യാനിൽ എന്തിനാണ് അവർ വെള്ളം നിറച്ച് വെച്ചെന്ന് ഞാൻ ചോദിച്ചാലും പറഞ്ഞു, അത്രയും ലൈവായിട്ട് ഫിഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും നേരം ടൈമിങ് കിട്ടുമല്ലോ. ചേട്ടൻ അടുത്ത സ്പോട്ടിൽ പോയി എറിഞ്ഞ് അതിലും നല്ലോണം മീൻ കിട്ടിയിട്ടോ. നേരത്തെ കണ്ടതിനെക്കാട്ടി സെറ്റ് മീനുകളാണ് കിട്ടിയത്. മീനുകളത് അതാ പുറത്തേക്കൊക്കെ പോകുന്ന അത്രയും മീനാണ് ചേട്ടന് കിട്ടിയത് കേട്ടോ. ചേട്ടൻ അതും വന്ന് വേഗം ഫുട്പാത്തിലേ വെച്ച് അതും പെറുക്കിയെടുത്തിട്ട് ചേട്ടനത് നടന്നു പോകുന്ന അടുത്ത സ്പോട്ടിലേക്ക് കേട്ടോ. ചേട്ടൻ്റെ വയ്യത്താൽ തന്നെ വണ്ടിയിൽ ഈ ചേട്ടനും പോകും. അങ്ങനെയാണ് ഒരു സെറ്റപ്പിലാണ് ഇവർ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു കൗതുകമായി തോന്നി, അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കൂടെ തന്നെ അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഡസ്റ്റ്ബിൻ കണ്ട്. ഡസ്റ്റ്ബിൻ്റെ അകത്ത് കാലിയാണെങ്കിലും പുറത്തേക്കാണ് എല്ലാവരും വലിച്ചെറിയുന്നത്. അതെന്താ സംഭവം എന്നുള്ളത് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കും കേട്ടോ. അപ്പോൾ അവരോട് ടാറ്റ പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ താങ്ക് യു.